ഗൈസ്, നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗ്ന്നോ ഔട്ടിംഗ് വ്ളോഗ്ന്നോ പറയാം. ബാംഗ്ലൂരിലെ നല്ല വില കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് സ്ട്രീറ്റ്സ് ഇല്ലേ, അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രീറ്റിൽ പോയ വ്ളോഗാണിത്. ഹായ് ഗായ്സ്, നമ്മൾ ശിവാജി നഗറിലോട്ട് പോകും. ഇതാണ് ഞങ്ങളെ ക്ലാസ്. കാണിച്ചെടുക്കും ഒരു തേങ്ങയില്ല. രാവിലെ ക്ലാസ്സിന് പോകുന്നു, ഇരുന്നുറങ്ങുന്നു. ഇന്ന് സാറ്റർഡേ ആണ്, ക്ലാസ്സില്ല. കാരണം ഞങ്ങൾ ഷോപ്പിംഗ് പോകും. അതെ, കാരണം നമ്മള് ബാംഗ്ലൂരിക്ക് നമ്മൾ ഏകദേശം അവസാനിക്കാനായി. അതെ, അടുത്ത വ്യാഴാഴ്ച നമ്മൾ കേരളക്ക് പോകും. അതെ അതെ ഗൈസ്, വീട്ടിലോട്ട് പോകുന്നത് പ്രമാണിച്ചുള്ള ഒരു കറക്കം കൂടിയാണ് ഇത്. അലീനെ, അലിൻ ജോസിന്റെ എന്റെ ബാഗ് അറിയാട്ടോ. ഫ്രീക്കൊക്കെ ചെരുപ്പ് വഴിയിൽ ഊരിട്ടിട്ട് പോകും. നമ്മള് പ്ലാൻ മാറ്റി ഊബർ വിളിക്കാൻ പോകണം. പിന്നെ പൈസ മെട്രോ ഇവിടുന്ന് അവിടെ 2 കിലോമീറ്റർ ഉണ്ട് മെട്രോക്ക്. പറയട്ടെ, ഈ വീഡിയോ ശരിക്കും ഒരു പ്ലാൻഡ് വ്ളോഗ് പോലൊന്നും ആയിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള അലമ്പ് പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നന്നായി കാണാം. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് 2-2.5 കിലോമീറ്റർ ദൂരെയാണ് മെട്രോ ഉള്ളത്. അപ്പോൾ നമുക്ക് മെട്രോയിൽ പോകാനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഞങ്ങൾ പ്ലാൻ മാറ്റി. ഇവിടെ നിന്ന് ഡയറക്റ്റ് ശിവാജി നഗറിലോട്ട് ഊബർ വഴി പോകാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കൂടെ ഒരു 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് മെട്രോയിൽ പോണതിനേക്കാളും എളുപ്പമായിട്ട് നമുക്ക് ഊബറിൽ പോകാമല്ലോ. അതാവുമ്പോൾ നമുക്ക് ഈ മെട്രോ സ്റ്റേഷൻ വരെ നടക്കേണ്ട പരിപാടിയില്ലല്ലോ, നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ നേരം നിന്നിട്ടും നമുക്ക് ഊബർ ഒന്നും കിട്ടിയില്ല. എല്ലാതും കുറേ ടൈം എടുത്തിട്ടാണ്, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒന്ന് കണക്റ്റ് ആവുന്നത്. കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് ക്യാൻസലായിപ്പോൾ. അങ്ങനെ കുറേ നേരം വട്ടം കളിച്ചു ഞങ്ങൾ. ഗൈസ്, വീണ്ടും ഊബർ ഒന്നും കിട്ടണില്ല, ക്യാൻസലായി. നല്ല ഭാഗ്യം. 4 പേർക്ക് ഓൾറെഡി ഒരു ഊബർ കിട്ടിപ്പോയി. ഞങ്ങൾ 8 പേരുണ്ട് ബാക്കി. പക്ഷെ ഞങ്ങൾക്ക് ഒരു എക്സലാണ് കിട്ടിയത്. അവിടെ 6 പേരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾ ഞങ്ങൾ കയറാൻ സമ്മതിച്ചില്ല. പിന്നെ കുറേ പറഞ്ഞ് പോലീസ് വന്നാൽ ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. പോലീസ് അടിച്ചാൽ പർസ് 2000 രൂപ കൊടുക്കുന്നതാണ് പറഞ്ഞിട്ട് പർസ് കൊടുക്കും. എന്താ നോക്കണേ? ഹായ്. ഞങ്ങളെ കൂട്ടത്തിൽ ഹിന്ദി ആകെ തരിയെങ്കിലും അറിയണത് പർസുവിനാണ് കേട്ടോ. അപ്പോൾ അവളാണ് ഇയാളുടെ അടുത്ത് സംസാരിച്ചതൊക്കെ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. 1 മണിക്കൂർ കൂടുതലായി ഞങ്ങൾ അവിടെ നിൽക്കണു. പിന്നെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓൾറെഡി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ശിവാജി നഗറിലെ റീൽസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ശിവാജി നഗറിലോട്ട് പോകാമെന്നൊക്കെ തീരുമാനം എടുത്തത്. അങ്ങനെ ഒരുങ്ങി ഇറങ്ങി ലാസ്റ്റ് റോഡിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ശിവാജി നഗറും ഒക്കെ സെയിം ആണെന്ന്. സെയിം മീൻസ് ശിവാജി നഗറിലത്തെ ഒരു സ്ട്രീറ്റാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അതാകെ 1 കിലോമീറ്റർ എന്തോ ഡിസ്റ്റൻസ് ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് നടന്ന് കറങ്ങി വരുമ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് ലാസ്റ്റ് എത്തി നിന്നത്. ബാംഗ്ലൂരിലത്തെ ട്രാഫിക് ബ്ലോക്കിനെ പറ്റി ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും സിഗ്നലിൽ വന്ന് നമ്മൾ പെട്ട് കിടക്കും. പിന്നെ അവിടെ ആണെങ്കിൽ ഒരു ജാതി സ്മെല്ലായിരുന്നു, ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു. നമുക്ക് തീരെ അത് ശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണ് ഇരുന്നായിരുന്നത്. നമുക്കവിടെ നേരിട്ട് പോകാനും പറ്റൂല, അന്നത് ശ്വസിച്ചേ നമുക്ക് പറ്റും. ഗൗരിയൊക്കെ കണ്ടോ, ശ്വാസം വിടാതെ പിടിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ വേറെ ദിവസമായിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. അത് കാരണം ഫസ്റ്റത്തെ പോർഷൻസിൽ നിങ്ങൾക്ക് വേറെ സൗണ്ടായിട്ടും ഇപ്പോഴത്തേത് വേറെ സൗണ്ടായിട്ടും തോന്നും. ചിലപ്പോൾ തോന്നും. കാരണം ഇപ്പം എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ്. ഫസ്റ്റത്തെ സൗണ്ടാണ് എൻ്റെ ഒറിജിനൽ സൗണ്ട്. അങ്ങനെ എല്ലാ ബ്ലോക്കും കാത്തിരിപ്പും എല്ലാതും കഴിഞ്ഞ് നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് ഒരു ചർച്ച
നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഭാഗമാണ് കാണാം. പക്ഷെ എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഉള്ളോട്ട് വരും തോറും ഓരോ ഷോപ്പുകളൊക്കെ ആയിട്ട് രസമാണ് കാണാൻ. രസം മീൻസ് ആ ഫസ്റ്റ് കണ്ട വൃത്തികേടൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമ്മളെ മിഠായി തെരുവൊക്കെ ഇല്ലേ, അതുപോലെ ആയിരിക്കും. മിഠായി തെരുവ് കുറച്ചുള്ളെങ്കിൽ ഇത് ഒരുപാടുണ്ട്. കണ്ടോ, എല്ലാ ബ്രാൻഡിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നും മേടിക്കാൻ ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യില്ലേ. നല്ല അസുഖങ്ങൾ വല്ലതും വരും. കയറി വരുമ്പോൾ കുറച്ച് ഫസ്റ്റിൽ തന്നെ ആയിട്ട് ഒരു ഷോപ്പുണ്ട് ജീൻസും പാൻസും ഒക്കെ ആയിട്ട്. അവിടെ നിന്ന് ഞാൻ ആദ്യം നോക്കിയത് എനിക്കൊരു ബ്ലാക്ക് ജീൻസ് വേണമായിരുന്നു. അപ്പോൾ അത് ഈ ജീൻസാണ് ഞാൻ എടുത്ത് നോക്കിയത്. അതിൻ്റെ പ്രൈസ് പറഞ്ഞത് 650. പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ 550 വരെ ആക്കി തരാമെന്ന് പറഞ്ഞു. നല്ലപോലെ ബാർഗിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനും റേറ്റ് കുറവിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആ ജീൻസ് ഞാൻ വാങ്ങിയില്ല കേട്ടോ. ചിലപ്പോൾ കളറൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല. അത് പകരം ഞാൻ വേറെ ഒരു പാൻറ് എടുത്തു. അത് ഞാൻ 300 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയത്. ശരിക്കും 300 അല്ല, ഞാൻ കുറേ പറഞ്ഞ് ആളൊന്നും എടുത്തിട്ട് പോകുന്നുള്ള രീതിക്ക് ലാസ്റ്റ് എനിക്ക് 300 തന്നു. വേറെ പീസ് തരാന്ന് 250. 32 2 पीस लगे നോർമൽ പ്രൈസ് 500 rupees for one. How much last week the price? 550. भैया she got 300 450 അങ്ങനെ തകർത്ത ബാർഗിൻ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇതാ ഈ ഷൂസ് ഉണ്ടല്ലോ, 200 രൂപയായിരുന്നു ഫിക്സഡ് പ്രൈസ് ആണ്. പക്ഷേ 200 രൂപയ്ക്ക് നല്ല ലാഭമല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്. അത് ഞാൻ വാങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് വന്നത്. പിന്നെ സ്റ്റുഡിയോയിൽ വന്ന മിറർ വീഡിയോ അല്ലെങ്കിൽ മിറർ സെൽഫി നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പുറത്തിറങ്ങിയപ്പോൾ ഗൗരി കമ്മിറ്റഡ് ആയി ഗൈസ്. ആൾക്ക് പുതിയ ബോയ് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അപ്പോൾ അവർ മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ നമുക്ക് പോയിട്ട് വല്ലതും കഴിക്കാം, വിശന്നു തുടങ്ങി. ഇത് നമ്മൾ നടക്കുന്ന വഴിയിൽ ഇങ്ങനത്തെ കുറച്ച് കുട്ടി കുട്ടി കടകൾ ഉണ്ടാവും കേട്ടോ, ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു സ്വീറ്റ് കോണിൻ്റെയും വേറെ എന്തോ ഒരു മസാലയാണ് പറഞ്ഞത്. സ്വീറ്റ് കോണും പിന്നെ ലൈമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ലൈമ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. എനിക്ക് അത് ദാഹിച്ച് നിൽക്കണ കാരണമാണോ എന്നറിയില്ല, പക്ഷെ അത് കുടിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു. പിന്നെ ഈ കുട്ടി കുട്ടി കടകൾ മാത്രമല്ല, ഇതുപോലത്തെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെതും പിന്നെ കുറേ ബ്രാൻഡ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണ്ടേ, നല്ല വിശപ്പായി. നമ്മൾ 3 മണി എന്തൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഇത് 200 രൂപയ്ക്ക് ഉള്ള ഒരാൾക്കുള്ളതാണ് ഈ ഫുഡ് മൊത്തം. കഴിച്ച് നടക്കാൻ വയ്യാണ്ടായി. ഓർഡർ ചെയ്തും പോയി അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലിൽ എത്തിയാൽ നമുക്കത് റിഗ്രറ്റ് അടിക്കും. അത് കാരണം നമ്മളത് ഫുള്ളിരുന്ന് കഴിച്ചു. പിന്നെ ഈ കടകൾ കണ്ടോ, എനിക്കിതൊക്കെ കണ്ടപ്പോൾ പഴയ ഓർമ്മയൊക്കെ വന്നു. പണ്ട് കല്യാണത്തിന് തലയിലും കയ്യുമ്മലും ഇങ്ങനെ ഒട്ടിക്കും. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മൈലാഞ്ചി ഇടുന്നതിന് പകരമായിട്ട് ഈ സാധനം ഒട്ടിക്കും. പിന്നെ തലയിലും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. കുറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷോപ്പിൽ. ഇവിടെ ഫുള്ള് മലയാളികളാണ്, ബംഗാളി. ഇരുട്ടായി വരും തോറും ആൾക്കാരും കൂടിക്കൊണ്ടേയിരുന്നു കേട്ടോ. കുറേ തിരക്കല്ല, നല്ല തിരക്കായിപ്പോയി. നമ്മൾ വന്നപ്പോൾ തൊട്ട് നടക്കാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ട് കാലൊക്കെ നല്ല വേദന എടുത്ത് തുടങ്ങി. അത് കാരണം ഞാൻ ഒരു സ്ഥലത്ത് ഇരിപ്പായി ലാസ്റ്റ്. പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് തിരിച്ചു. ഊബർ തന്നെയാണ് കേട്ടോ എടുത്തത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും ഓരോ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടി. ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ എനിക്കും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നപ്പോൾ അത്ര അങ്ങോട്ട് ഹാപ്പി ആയിരുന്നില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ ഈ റീൽസൊക്കെ കണ്ടിട്ട് ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര ജീവൻ മരണ പോരാട്ടമാണ് ഇതിനകത്ത് നടക്കുന്നത്. റൈഡില് കയറിയ പോലെ അത് വണ്ടർലായിലെ റോളർ കോസ്റ്ററിൽ കയറിയ കണക്കുണ്ട്. എങ്ങോട്ടാ തിരിയുന്നത്, എങ്ങോട്ടാ വളയുന്നത്. ഇപ്പൊ തെറിച്ചു എന്നുള്ള രീതിക്ക് മുറുക്കി പിടിച്ചാണ് കേട്ടോ ഞാൻ ഇരുന്നിരുന്നത്. ലാസ്റ്റ് റൂമിലെത്തി. ഇതായിരുന്നു നമ്മളുടെ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.